ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒട്ടുമിക്ക മൊബൈലിൻ്റെ റിങ്ങറിൻ്റെ പ്രശ്നം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതിനെക്കുറിച്ചാണ്. എൻ്റെ ഫുള്ള് സർക്യൂട്ട് പറയുന്നുണ്ട്, സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ കമ്പോണൻസ് ചെക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തവർ നിങ്ങൾ ഈ ചാനലിൽ പ്ലേലിസ്റ്റിൽ കമ്പോണൻസ് എങ്ങനെ ചെക്ക് ചെയ്യാവുന്നതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ റിങ്ങറിന് ഞാൻ വലുതായിട്ട് വരയ്ക്കാം. റിങ്ങറിന് മൊത്തം 6 പോയിൻറ്റുകളാണുള്ളത്. വളരെ ചെറിയ ഐസിയാണ്. 6 പോയിൻറ്റുകൾ ഞാനിങ്ങനെ ഇത്രയും വലുതായിട്ട് വരച്ചെന്നുള്ളൂ. ഇതിൻ്റെ ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ ഒരു കണക്ഷനാണ്. ഈ കണക്ഷൻ നെഗറ്റീവാണ്. അതായത് ഈ കണക്ഷൻ നേരെ മിക്കവാറും സെറ്റുകളിലെല്ലാം ഒരു കപ്പാസിറ്റർ ഇവിടെ ഉണ്ടാവും. ഫിൽറ്റർ ചെയ്യാൻ വെച്ചേക്കുന്ന വോൾട്ടേജ് ഫിൽറ്റർ ചെയ്യാൻ വെച്ചേക്കുന്ന കപ്പാസിറ്ററാണ്. ഇത് ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ലൈനാണ്. അത് 3.8 തൊട്ട് 4.2 വരെയുള്ള വോൾട്ടേജിൽ ഏതെങ്കിലും ആയിരിക്കും ഇങ്ങോട്ട് കയറുന്നത്. നടുക്ക് കയറുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഈ 2 പോയിൻ്റ് കോമൺ ആണെങ്കിൽ ഇത് നെഗറ്റീവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കിയുള്ള കണക്ഷനുകൾ പറയാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ ഐസിയുടെ ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിൽ സാധാരണ 2 കോയിലുകൾ കാണും. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ റിങ്ങറിൻ്റെ ഔട്ട്പുട്ടിൽ 2 കറുത്ത ചെറിയ കോയിലുകൾ കാണും. ഇത് കഴിഞ്ഞേച്ച് ഇവിടുന്ന് നേരെ റിങ്ങറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കോയിലുകൾ L1 L2 എന്നതാണ് 2 എണ്ണം കോയിലുകൾ. അപ്പോൾ ചില സർക്യൂട്ടുകളിൽ ഇതിൻ്റെ ഇടയിൽ ഓരോ കപ്പാസിറ്റർ വെച്ചേക്കും. അതിൻ്റെ ഒരു ഈ സൈഡ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഈ സൈഡ് നെഗറ്റീവ് ആയിരിക്കും. ചില കേസുകളിൽ ഇവിടെ ഈ കോയിലല്ലായിരിക്കും വെച്ചേക്കുന്നത്. വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ 2 ഇങ്ങനെ ഒരു സാധനമായിരിക്കും. 2 സിൽവർ കളറുകളുണ്ടാവും. ഇതിൽ 0 എന്നുണ്ടാവും, ഇവിടെയും 0 എന്നുണ്ടാവും. ഈ സാധനമായിരിക്കും ഇവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത്. അത് 0 ഓം റെസിസ്റ്ററാണ്. അത് വെച്ചാലും മതി. ഈ സ്ഥാനത്ത് ഈ 0 ഓം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെയിം വർക്കാണ്. അതായത് 50 ഓമിൽ താഴെ ഉള്ള ഈ റെസിസ്റ്ററുകളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് കണ്ടക്ടർ വെച്ചാണ്. അപ്പോൾ ഈ സാധനം ഇവിടെ ഉപയോഗിച്ചാൽ നമുക്ക് വർക്ക് കറക്റ്റായിരിക്കും. അതായത് നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇതും ബീപ്പ് അടിക്കും, ഈ സാധനവും ബീപ്പ് അടിക്കും. അപ്പോൾ വർക്ക് രണ്ടും സെയിമാണ്. അതായത് കറണ്ടിനെ കടത്തി വിടുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വേറെ വർക്കൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റിങ്ങർ കണക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ പാടില്ല. കണക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അത് ശരിയാകുകയില്ല. ഈ കോയിലിൽ കൂടെ, ഈ സ്പീക്കറും ഒരു കോയിലാണ്, ഇതിൽ കൂടെ കയറി ഇറങ്ങിയുള്ള കണ്ടിന്യൂറ്റി മീറ്ററിൽ കാണിക്കും. അപ്പം എപ്പോഴും റിങ്ങർ സോൾഡർ ചെയ്ത് വെച്ചേക്കുന്ന റിങ്ങറാണ്, അതഴിച്ച് മാറ്റി വെച്ചേച്ചുമാണ് ഈ പോയിൻറ്റുകൾ ചെക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ലൈന് പോയതാണോ ഇല്ലയോ എന്നും നമുക്ക് കറക്റ്റായിട്ട് പിടികിട്ടത്തില്ല. അത് കറക്റ്റായിട്ട് പിടികിട്ടുകയെന്നല്ല, റോങ് ആയിട്ട് പിടികിട്ടുകയും ചെയ്യും. അതാണ് പ്രശ്നം. ഇതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ച് സ്പെയറുകളുണ്ടാവും. അതിൽ ഇത് ഒരു കപ്പാസിറ്റർ, ഇവിടെ ഒരു കപ്പാസിറ്റർ, ഇതിൻ്റെ മുകളിലൊരു കപ്പാസിറ്റർ, ഇതിൻ്റെ മുകളിലൊരു കപ്പാസിറ്റർ, ഇവിടെ ഓരോ റെസിസ്റ്ററുകളും ഉണ്ടാവും. അപ്പോൾ ഇതിലേക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് വരുന്ന സംഭവമാണ് ഇപ്പോൾ ഈ വരച്ചത്. ഇൻപുട്ട് വന്നേച്ച് ഈ രജിസ്റ്ററിൽ കൂടെ കയറി ഇതിലേ വന്ന് ഇതിലേ വരും.
അതായത് റെസിസ്റ്ററിൽ കൂടെ കയറി ഇപ്പുറം വരും, ഇതിലെ ഈ കപ്പാസിറ്ററിൽ കൂടെ കയറി ഇപ്പുറം വരും. ഇതുപോലെ തന്നെയാണ് ഇതും. ഈ റെസിസ്റ്ററിൽ നിന്ന് ഇവിടെ വരും, ഇവിടെ നിന്ന് ഇവിടെ വരും. ഈ രണ്ട് കണക്ഷനുകളും കയറുന്നത് ഈ രണ്ട് പോയിന്റുകളിലേക്കാണ്. അപ്പോൾ ഇതിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.3 തൊട്ട് 1.8 വരെയുള്ള വോൾട്ടേജാണ് ഇതിനകത്ത് വരിക. പക്ഷേ വേറൊരു കേസുണ്ട് കേട്ടോ, നിങ്ങൾ ഏതെങ്കിലും പാട്ട് വയ്ക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഈ വോൾട്ടേജ് ഇവിടെ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഈ വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കണക്ഷൻ. പിന്നെ ആദ്യം ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വോളിയം ഫുള്ളാണോ നോക്കുക. ആദ്യം തന്നെ റിങ്ങർ കറക്റ്റാണോ, റിങ്ങർ വർക്കിംഗ് ആണോ, അത് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഈ പറഞ്ഞ ഈ കപ്പാസിറ്ററുകൾ ഇത് ഈ രണ്ടെണ്ണം ഇത് വല്ലതും പോയിട്ടുണ്ടോ എന്നല്ല, ഷോർട്ടാണോ എന്ന് നോക്കുക. അത്രയൊക്കെ പ്രൈമറി ആയിട്ട് ചെയ്യുക. സാധാരണ ഒരുപാട് ടെക്നീഷ്യൻസ് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IC ഒന്ന് എടുത്ത് മാറ്റി നോക്കും, എന്നിട്ട് വർക്കാവുന്നില്ലെങ്കിൽ ഒഴിവാക്കും. ഈ ബ്രേക്കിങ്ങനെ ഇത്രയും കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നില്ല. കാര്യമായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെന്നാണെന്ന് സംഭവം മനസ്സിലാക്കിയിരുന്നാലേ കാര്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ നോക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു കൈയും ഇല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് IC മാറി നോക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ IC വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജാണിത്. ഈ ലൈൻ പോയിട്ടുണ്ടെന്നൊരു നിങ്ങൾ വിപാറ്റിൽ നിന്ന് ജമ്പർ കൊടുക്കുക. ഈ കപ്പാസിറ്റർ ഷോർട്ടാണോ എന്ന് നോക്കുക. ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ ഷോർട്ടാണെന്നൊരു ഇതുവഴി കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ആവും. അപ്പം ഈ IC വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഈ ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ടെന്നൊരു ജമ്പർ എടുത്ത് ഈ കണക്ഷൻ കൊടുക്കുക. ഇവിടെ തൊട്ടടുത്ത് ഈ ലൈനുമായിട്ട് കണ്ടിന്യൂറ്റി കാണിക്കുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ടാകും. ആ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്താൽ മതിയാവും. ICക്ക് അടി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നെഗറ്റീവ് കണക്ഷനും വേണം. കണക്ഷൻ കറക്റ്റാണോ നോക്കുക. രണ്ട് കണക്ഷൻ ഉണ്ടായാലും ഒരു IC വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇത് ഔട്ട്പുട്ട് ലൈനാണ്. ഔട്ട്പുട്ട് ലൈനിൽ രണ്ട് കോയിലുണ്ടാവും, അത് പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിൽ രണ്ട് കപ്പാസിറ്റർ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ആ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇൻപുട്ട് കയറുന്ന ലൈനാണ് ഇത്. ഇൻപുട്ട് കയറുന്ന ലൈനിൽ 4 കപ്പാസിറ്ററും 2 റെസിസ്റ്ററും ഉണ്ട്. അത് കയറി ഇറങ്ങിയാണ് വരുന്നത്. ഈ വരുന്ന ലൈന് റെസിസ്റ്ററിൽ കൂടെ കയറി ഈ കപ്പാസിറ്ററിൽ കൂടെ കയറി ഈ കപ്പാസിറ്ററിൽ വന്നേച്ചാണ് വരുന്നത്. ഇതും ഈ റെസിസ്റ്ററിൽ കൂടെ കയറി കപ്പാസിറ്ററിൽ കൂടെ കയറി ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും കമ്പോണൻറ്റ് ബ്രേക്ക് ആയാലേ, ബ്രേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഈ കമ്പോണൻറ്റ് എടുത്തേച്ച് 2 പോയിൻ്റ് ഷോർട്ടാക്കി കൊടുക്കാവുന്ന കമ്പോണൻറ്റുകളാണ് ഈ 2 കമ്പോണൻറ്റും ഈ 2 കമ്പോണൻറ്റും. ഈ കമ്പോണൻറ്റ് ഷോർട്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ലൈന് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ മൊബൈൽ സംബന്ധമായ ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ ഈ ചാനൽ വഴി ഇടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.